ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. കീമോ എടുക്കുന്ന സമയത്ത് ഒരു ക്യാപ്പ്, തണുപ്പിച്ച് ക്യാപ്പ് വഴി തല തണുപ്പിച്ച് മുടിവേരുകളിൽ തണുപ്പ് ചെന്ന് മുടി കൊഴിയുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഒരു ലങ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഈ റോബോട്ടിക് ഓപ്പറേഷൻ്റെ എല്ലാവരും പറയുന്നത് ഒരു എക്സ്പെൻസ് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഒരു രോഗിക്ക് അനുയോജ്യമായ ഒരു മരുന്നുണ്ടെന്ന് പറയുകയും എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം അത് എടുക്കാൻ പറ്റാതെ വരികയും 7 അല്ലെങ്കിൽ 6 ഒരു രോഗി ഏത് സെന്ററിൽ ചെന്നാലും ബ്രസ്റ്റ് ക്യാൻസർ രോഗിയാണ്. അത്രയും കോമൺ ആണ്. ആ രോഗിയും ഒരാൾക്കാർ അല്ല റോബോട്ട് മീൻസ് റോബോട്ടും മാത്രമല്ല സാറ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുമല്ലോ അല്ലേ. ഒറ്റ ഗുളിക കഴിച്ചാൽ മതി, ഒറ്റ ഗുളിക കഴിച്ചാൽ മതി, പോവോ. ഇന്ത്യയിലെ ആൾക്കാർക്ക് പേടിയാണ്, ബോൺമാരോ ഡൊണേറ്റ് ചെയ്യാൻ പേടിയാണ്. ലാസ്റ്റ് നിമിഷം ഒരു കല്യാണം ഉണ്ട്, അത് കാരണം ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറിയ അവസ്ഥകൾ വരെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തന്നെ ഇരുന്നുള്ള റീൽസ് ഒക്കെ കാണുമ്പോൾ എന്ത് കോൺഫിഡൻസ് ആയിട്ടാണ് പറയുന്നത്. ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ല അല്ലേ ലോകത്ത്. കീമിയാന്ന് പേരും കാണുന്നുണ്ട്, ഈ ഡോക്ടർ ചികിത്സ വേണ്ടെന്നും പറയുന്നുണ്ട്. ഗൗരവമില്ലാത്ത ക്യാൻസേഴ്സ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാജഗിരി ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുബി, ഡോക്ടർ റോയ് ആൻഡ് ഡോക്ടർ സഞ്ജു. ഡോക്ടർ, ഇപ്പോൾ ഒരു കാലത്ത് ക്യാൻസർ നമ്മളെ പിടിപെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിലെ ഒരു ഹോപ്പില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ, ഇനി എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. ഇന്നത് മാറി, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതികൾ മാറി, നമ്മളതിനെ ഒന്നിച്ച് നേരിടാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വേൾഡ് ക്യാൻസർ ഡേക്കുള്ള ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മാറിയിട്ടുള്ളത്? ഒരു 20 വർഷത്തോളമായി ഇപ്പോൾ ക്യാൻസർ ഫീൽഡിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ക്യാൻസർ രോഗികളായിട്ട് ഇത്രയും വർഷത്തെ ഒരു പരിചയം കൊണ്ട് എനിക്ക് 2 കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒന്ന്, ക്യാൻസർ രോഗികളുടെ എണ്ണം ഡെഫിനറ്റ്ലി കൂടുന്നുണ്ട്, നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഒരു ക്യാൻസർ രോഗിയെ പരിചയം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് നമ്മളെ കുറച്ചൊരു പേടിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും സ്നേഹ പറഞ്ഞ പോലെ ക്യാൻസർ ചികിത്സാ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമായൊരു കാര്യമാണ്. അത് ഏത് ഫീൽഡിൻ്റെ കാര്യത്തിലാണെങ്കിലും. അത് ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് എനിക്ക് പറയാനുള്ളത് ആ മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. എത്രയോ മാറിപ്പോയി എന്ന് പറയേണ്ടി വരും. അത് സർജിക്കൽ മേഖലയിലായാലും റേഡിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ കീമോതെറാപ്പിയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്ന കണക്ക് എന്ന് പറയുന്നത് നമ്മളെ ലേശം ഒന്ന് ടെൻഷൻ ആക്കുമെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം ചികിത്സയിലെ മാറ്റങ്ങൾ വന്നെന്ന് പറയുന്നത് ഒരുപാട് ആശ്വാസകരമായൊരു കാര്യമാണ്. വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 4 നമ്മൾ ഇങ്ങനെ ഒരു ഡേ മാറ്റി വയ്ക്കുന്നത് ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും ഒരു തീമുണ്ട്. ഈ വർഷത്തെ യുണൈറ്റഡ് ബൈ യുണീക്ക്. സോ കഴിഞ്ഞ വർഷമാണ് അവർ ആ തീം കൊണ്ടുവന്നത്. അതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഓരോ ക്യാൻസർ രോഗിയുടെയും ഒരു ലൈഫ് എന്ന് പറയുന്നത് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കഥയാണ്, അവരുടേതായ ഒരു കഥയാണ്. അത് ഡെയിലി കാണുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അടക്കമുള്ള ആളുകളെ ചുറ്റും നിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ആ രോഗിക്ക്. അത് തന്നെയാണ് ആ ഒരു ഐക്യം എന്ന് നമ്മൾ. പക്ഷേ എനിക്ക് തോന്നി ഇന്നത്തെ കാലത്ത് ഒരു ട്രീറ്റ് ചെയ്യുന്നൊരു ടീമിൻ്റെ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ സമൂഹത്തിനും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. കാരണം ഇന്ന് ആൾക്കാർ വായിക്കുന്നതും അറിയുന്നതും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ്. അതൊക്കെ ഒരുപാട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. സത്യമെന്ത്, ശരിയെന്ത്, തെറ്റെന്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സങ്കീർണമായ ഒരു ലോകത്ത് ക്യാൻസർ ലോകത്തെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം ഈ കൂടെ രോഗികളുടെ കൂടെ ഉള്ളവർക്കും വളരെയധികം ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അവരുടെ കൂടെ നിൽക്കാനും നമ്മുടെ സ്നേഹിതർക്കും ഒക്കെ എല്ലാവർക്കും ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് പറയേണ്ടി വരും. ഇപ്പം സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരു മേഖലയാണെന്ന് തോന്നുന്നത്, പ്രത്യേകിച്ച് റോബോട്ടിക് സർജറി പോലുള്ള കാര്യങ്ങൾ. എന്തൊക്കെ രീതിയിലുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ് ഈ റോബോട്ടിക് സർജറി കൊണ്ട് നമുക്കൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോഴുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ സർജിക്കൽ ഫീൽഡിലുള്ളൊരു അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു കാര്യം എനിക്ക് ഡോക്ടർ സഞ്ജു പറഞ്ഞതിന് കൂടെ ഒരു ആഡ് ചെയ്യാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞ എല്ലാത്തിലും ഒരു അഡ്വാൻസ്മെൻ്റ് വന്നു. അതായത് അതുപോലെ തന്നെയാണ് ഓരോ രോഗികളുടെയും അല്ലെങ്കിൽ അവരുടെ ഒപ്പമുള്ള ആൾക്കാരുടെ ഉള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു മനോഭാവം ആകെ മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ ഒരു അസുഖം വന്നു, അയ്യോ എനിക്ക് അസുഖം വന്നു, എൻ്റെ ജീവിതം അവസാനിച്ചു,
അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അസുഖം വന്നു അതൊരു നോർമൽ ബാക്കിയുള്ള അസുഖങ്ങളെ പോലെ തന്നെ ക്യാൻസറാണ് മാറ്റും. ആളുടെ ജീവിതം പോയല്ലോ, പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് മാറി. അപ്പം എല്ലാവരും അതെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മീൻസ് ഒപ്പം നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഫൈറ്റാണ് ഇപ്പം നമ്മൾ ക്യാൻസർ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് അഡ്വാൻസ് നമ്മളെ ചികിത്സയുടെ ഭാഗം അത് മാത്രം പോരാ. ഈ പറഞ്ഞ പോലെ അവരുടെ ഫാമിലി, സമൂഹം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു പേഷ്യൻ്റ്. അവർ വിചാരിക്കണം എനിക്ക് ഇമ്പ്രൂവ് ആവണം, അല്ലെങ്കിൽ ഈ അസുഖം മാറാം, അല്ലെങ്കിൽ മാറ്റിയെടുക്കാം, നിയന്ത്രിച്ച് നിർത്താം, ആ ഒരു ആറ്റിറ്റ്യൂഡ്. അത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് അതുണ്ടായി. മുമ്പ് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴും ഒരുപാട് വ്യത്യാസം. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വന്ന ഒരു വലിയ വ്യത്യാസം. കേൾക്കുമ്പോൾ ഷോക്ക് ആ ടൈമിനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തി എടുക്കാം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹോസ്പിറ്റലുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു കോൺഫിഡൻസ് ആണ്. ആ ധൈര്യം പണ്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും അത്ര കാരണം ഓപ്ഷൻസ് കുറവായിരുന്ന ഒരു കാലത്തുനിന്ന് ഒരുപാട് ഡോക്ടർ സുബി പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, മനോഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. ഞങ്ങൾക്കും ഒരു ധൈര്യമായി, കാരണം ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട്. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ രോഗം മാറും എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലെ ഓപ്പറേഷൻ ആയാലും കീമോ ആയാലും റേഡിയേഷൻ ആയാലും എല്ലാത്തിലും അഡ്വാൻസ്മെൻറ്റ് മീൻസ് അഡ്വാൻസ്ഡ് എല്ലാ ടെക്നോളജിയും. അപ്പോൾ അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആക്ച്വലി റോബോട്ടിക്. അപ്പോൾ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഓപ്പൺ സർജറിയുടെ അഡ്വാൻറ്റേജസും ഒരു നോർമൽ ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഒരു കീ ഹോൾ ഓപ്പറേഷൻ്റെ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു അഡ്വാൻറ്റേജ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ഇഫക്റ്റാണ് ആക്ച്വലി റോബോട്ടിക് സർജറിയിൽ. ഇപ്പോൾ നമ്മൾ പറയുക ഒരു നോർമൽ കീ ഹോൾ സർജറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അവരുടെ മീൻസ് ഓപ്പറേഷൻ റിക്കവറി ഭയങ്കര സ്പീഡിലായിരിക്കും, അധികം വേദന ഉണ്ടാവുന്നില്ല, ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസും അധികമില്ല എന്നാ പറയാം നമ്മൾ യൂഷ്വലി. പക്ഷേ അവിടെ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ക്യാൻസർ ഓപ്പറേഷൻസിലും അവിടെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. നോർമൽ കീ ഹോളിൽ ഒരുവിധം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിലൊക്കെ, എസ്പെഷ്യലി ഇപ്പോൾ ഒരു ലങ് സർജറി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെഞ്ചിൻ്റെ ഉള്ളിലുള്ള മേജർ സർജറീസ്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു നോർമൽ കീ ഹോളിൽ നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു അനുഗ്രഹമാണ് നമുക്ക് ആക്ച്വലി റോബോട്ടിക് സർജറി. ഈ റോബോട്ടിക് സർജറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ റോബോട്ട്സ് ആണോ ഇത് ചെയ്യുന്നത്? ഡോക്ടേഴ്സ് ഇല്ലേ ആ ഭാഗത്തെങ്കിലും? ഇതെനിക്ക് തോന്നുന്നു ഈ റോബോട്ടിക് സർജറി എന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ള എല്ലാവരുടെയും ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത നമ്മൾ ഒ.പി.ഡി ഇരിക്കുമ്പോൾ ആ രോഗിയും ഒരാൾക്കാർ അല്ല റോബോട്ട് മീൻസ് റോബോട്ട് മാത്രമല്ല സാറും ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഞാനാണ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും. നമ്മളൊരു ലാപ്രോസ്കോപ്പിക് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നു അത് ഒരു ഇൻഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഈ റോബോട്ടിക് ഓപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആ ഓപ്പറേറ്റിംഗ് സർജനും ആളുടെ ഒരു ഓപ്പറേറ്റിംഗ് ടീമുമാണ് ആക്ച്വലി. അപ്പോൾ നമുക്കിപ്പോൾ ഈ റോബോട്ടിക് ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു കാര്യം ഈ ലങ്ങിൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള മേജർ വലിയ മുഴകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെയൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ റിക്കവറി മാത്രം അതെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓപ്പൺ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ലങ്ങിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെഞ്ചിൻ്റെ ഒക്കെ ഉള്ളൊരു മേജർ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഞ്ച് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ മുറിച്ചിട്ടൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഈ സൈഡിൽ മുറിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ ഒട്ടുമിക്ക പേഷ്യൻസിനും ഒരു 2-3 ദിവസമൊക്കെ ചിലപ്പോൾ മീൻസ് വെന്റിലേറ്ററിൽ വെക്കേണ്ടി വരാറുണ്ട്. പിന്നെ ICU സ്റ്റേ, അവരുടെ ആഫ്റ്റർ സർജറി ഒരു റിക്കവറി വളരെ സ്ലോ ആകാറുണ്ട്. പക്ഷേ ഒരു റോബോട്ടിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കീ ഹോൾ അതിനേക്കാളും ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഇപ്പോൾ നോർമലി ഒരു ലങ് സർജറി അല്ലെങ്കിൽ ഒരു നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നതും റോബോട്ടിക്കാണ്. ഒട്ടുമിക്ക പേഷ്യൻസും ഒരു ഓപ്പറേഷൻ ഒരു അൺഇവൻഫുൾ ആണെങ്കിൽ ആ ഓപ്പറേഷൻ്റെ അന്ന് തന്നെ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ICU സ്റ്റേ, ICUവിൽ ചിലപ്പോൾ ഒരു ദിവസം വെച്ചാൽ മതി. പിന്നെ ഏർലി റിക്കവറി, ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചകളൊക്കെ നമുക്ക് റിക്കവറി ആകാം. ആ പേഷ്യൻസ് നേരത്തെ തന്നെ അവരുടെ എന്താ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലങ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഈ റോബോട്ടിക് ഓപ്പറേഷൻ്റെ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഒരു എക്സ്പെൻസ് അധികമാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു റോബോട്ടിക് ഓപ്പറേഷൻ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ലങ് ഓപ്പറേഷൻ ചെയ്തു, നമ്മൾ ആ പേഷ്യൻറ്റിനെ അന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്ന്
മാറ്റുന്നു, ഒരു ദിവസം ICUവിൽ വെക്കുന്നു, ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആൾ ഡിസ്ചാർജ് ആകുന്നു. അപ്പോൾ ആ ഒരു ഓപ്പൺ സർജറി വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേ ഒരുപാട് വ്യത്യാസം വന്നു. നമ്മൾ അധികം ദിവസം ICU വേണ്ട, അധികം ദിവസം വെന്റിലേറ്റർ വേണ്ട, അധികം ദിവസം അഡ്മിഷൻ വേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് അവിടെ ആ വ്യത്യാസം വന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ പറയുന്നത് ഒരുപാട് ഓപ്പറേഷൻസിന് ആക്ച്വലി റോബോട്ടിക് ഓപ്പറേഷൻ ലെസ് എക്സ്പെൻസീവ് എന്നാണ്. പിന്നെ നേരത്തെ തന്നെ വർക്കിലോട്ട് പോകാം. ഒരു ഓപ്പൺ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് എന്തായാലും ഒരു 2-3 മാസമൊക്കെ എടുക്കുമ്പോൾ ഒരു നോർമൽ വർക്കിലോട്ട് പോകാൻ. പക്ഷേ റോബോട്ടിക് ആകുമ്പോൾ നമ്മൾ എത്ര മേജർ സർജറി ആയാലും വരെ ഒരു early to വർക്ക്. അപ്പോൾ ഈ റോബോട്ടിക് എക്സ്പെൻസ് പറയുന്നത് ആ ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് ഉള്ളൂ. പക്ഷെ ഒരു ഓവറോൾ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ വളരെ വണ്ണമുള്ളവർക്ക് റോബോട്ടിക് സർജറി ബെറ്റർ ആണെന്ന് അങ്ങനെ പറയാറുണ്ട്. അതെ, എസ്പെഷ്യലി അമിതവണ്ണമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ എന്ത് സർജറി, ഇപ്പോൾ ഒരു നെഞ്ചിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അതെ, പിന്നെ ഈവൻ ഒരു കോമൺ ആയിട്ടുള്ള നമ്മളിപ്പോൾ എന്താ പറയുക, ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ ഭയങ്കര അമിതവണ്ണമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് തവണ ഓൾറെഡി ഓപ്പറേഷൻ ചെയ്ത പേഷ്യൻസ്, അപ്പോൾ അവരൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതൊക്കെ ആക്ച്വലി നമുക്ക് റോബോട്ടിക്കലി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അവരുടെയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസും താരതമ്യേന കുറയും. വണ്ണം കാരണമുള്ള കോംപ്ലിക്കേഷൻസും റോബോട്ടിക്കൽ ഒരുപാട് ഇഷ്യൂസ് എല്ലാം റോബോട്ടിക്കലി ബെറ്റർ ആക്ച്വലി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു റോബോട്ടിക്കിൻ്റെ ഒരു ആ എക്സ്പെൻസ് ആക്ച്വലി അധികം വരുന്നില്ല. ഇൻഫാക്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പറേഷൻസിൽ ആക്ച്വലി ലെസ് എക്സ്പെൻസീവ് ആണ് റോബോട്ടിക്. ഈ കീമോതെറാപ്പിയിലൊക്കെ വരുമ്പം ആ രീതിയിൽ എന്തൊക്കെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് രീതിയിലുള്ളത്? ഞാൻ ഹെമറ്റോളജി, അതായത് ബ്ലഡ് ക്യാൻസർ വിഭാഗമാണ് ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ ബ്ലഡ് ക്യാൻസർ വിഭാഗത്തിൽ ബാക്കി വിഭാഗത്തിലെ പോലെ തന്നെ കീമോതെറാപ്പിയിൽ വളരെയധികം പുതിയ കാര്യങ്ങളും പുതിയ ചികിത്സാ രീതികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് 2000-കളിൽ അല്ലെങ്കിൽ 2000-ൻ്റെ തുടക്കങ്ങളിൽ മരുന്നുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ 5 വർഷം ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നു. ഞാൻ 2000-ൽ ഡൽഹിയിൽ പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്തിരുന്ന കാര്യങ്ങളല്ല 2025-ൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചെയ്യുന്നത്. ആ സ്പീഡിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പുതിയ മരുന്നുകൾ, അത്രയും പുതിയ കാര്യങ്ങൾ അത് ഇന്ത്യയിൽ അവൈലബിൾ ആവുന്നുണ്ട്. അതിൻ്റെ ഒരു വളരെ നല്ല എക്സാമ്പിളാണ് കാർ T-സെൽ തെറാപ്പി. കാർ T-സെൽ തെറാപ്പി ഇപ്പോൾ ആദ്യം വന്നത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളിലാണ്, ലിംഫോമ, ലുക്കീമിയ എന്നുള്ള ക്യാൻസറുകളിലാണ്. പതിയെ സോളിഡ് ക്യാൻസറിലേക്കും അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തദ്ദേശീയമായിട്ട് നമുക്ക് അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കാർ T വരെ ഇന്ത്യയിൽ അവൈലബിളായി. അതായത് US-ൽ കണ്ടുപിടിച്ചൊരു 6-7 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അവർ കണ്ടുപിടിച്ച് അത് ട്രയൽ ചെയ്ത് അതിൻ്റെ അപ്രൂവൽ വാങ്ങി. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സയൻസ് മുന്നേറുന്നത്. അപ്പോൾ ഈ കാർ T-സെൽ തെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 2 ലൈൻ ഓഫ് കീമോതെറാപ്പി അല്ലെങ്കിൽ 2 രീതിയിലുള്ള കീമോതെറാപ്പി കഴിഞ്ഞ് അസുഖം തിരിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് പിന്നെ ഒരു കീമോതെറാപ്പി കൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് കൊണ്ട് രോഗം മാറാനുള്ള സാധ്യത ഒരു 20% അല്ലെങ്കിൽ ഒരു 15% ഉള്ളൂ. പ്രാക്ടിക്കലി അവർ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണെന്ന് പറയും. പക്ഷേ ഈ ഒരു ചികിത്സാ രീതി വന്നപ്പോൾ അത് ഈ 20% നിന്ന് കൂടി ഒരു 50-60% എത്തി. അത് വളരെ വലിയൊരു ചേഞ്ചാണ്. അത് ഇതുവരെ ഒരു മരുന്നിനും തരാൻ പറ്റാതിരുന്നൊരു ചേഞ്ചാണ്. അത് ഇപ്പോഴും ഇന്ത്യയിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണെന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരുപാട് രോഗികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. നമ്മളിവിടെ രാജഗിരി ഹോസ്പിറ്റലിലും കാർ T-സെൽ തെറാപ്പി തുടങ്ങി. 2 പേഷ്യൻസിൻ്റെ കാർ T-സെൽ തെറാപ്പി കഴിഞ്ഞു. അവസാനത്തെ പേഷ്യൻറ്റിൻ്റെ കാർ T-സെൽ തെറാപ്പി ഇപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മൾ അസസ് ചെയ്തു. പേഷ്യൻറ്റിന് നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിൾ ആവുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ക്യാൻസർ പറഞ്ഞപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കൂടുതലും ബ്ലഡ് ക്യാൻസർ വരുന്നതായിട്ട് എനിക്കങ്ങനെ കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പം അവർക്ക് ഇങ്ങനത്തെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ കാർ T-സെൽ തെറാപ്പിയൊക്കെ കുഞ്ഞു കുട്ടികൾക്കും അവൈലബിൾ ആണ്. അതായത് 1 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് വരെ അവൈലബിൾ ആണ്. കുഞ്ഞു കുട്ടികളിലെ ഈ ട്രയലുകൾ, അതായത് പഠനങ്ങൾ വലിയ ആൾക്കാരുടെ കുറച്ച് പുറകിലാണ്. എന്നാലും ഇപ്പോൾ ഒരു കാർ T-സെൽ തെറാപ്പിയുടെ ഏകദേശം പഠനം പൂർത്തിയായി. കുഞ്ഞുകുട്ടികളിലും അത് സേഫ് ആണെന്നുള്ള ഇന്ത്യയിലെ കാർ T. വെസ്റ്റിലെ കാർ T പണ്ടേ അപ്രൂവ്ഡാണ്, അവർക്കത് കിട്ടുന്നുമുണ്ട്. ക്യാൻസറുകളുടെ സഞ്ജു സാറ് പറഞ്ഞ പോലെ ക്യാൻസറുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കുഞ്ഞുകുട്ടികളിലും കുറച്ച് കൂടുന്നുണ്ട്. എന്നാലും ബ്ലഡ് ക്യാൻസർ വലിയ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുഞ്ഞുകുട്ടികളെ കുറേയും കൂടി ചികിത്സിക്കാൻ എളുപ്പമാണ്, ചികിത്സിച്ച് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ചേഞ്ച് വന്നൊരു മേഖലയാണ് ഈ ബ്ലഡ് ക്യാൻസർ വിഭാഗത്തിലെ ട്രാൻസ്പ്ലാന്റ്. ഈ കാർ T-സെൽ തെറാപ്പിയും ഇതിനുമൊക്കെ മുമ്പ് ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു ഒട്ടുമിക്ക ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറുകളുടെയും ഒരു ചികിത്സിച്ച് മാറ്റാനുള്ള ഓപ്ഷൻ.
പക്ഷേ ഫുൾ മാച്ച്, അതായത് ഒരു പരിപൂർണമായ മാച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയായിരുന്നു 2000-കളിൽ വരെ, തുടക്കത്തിൽ വരെ. അതും ഇപ്പോൾ മാറിത്തുടങ്ങി. പകുതി മാച്ച്, അത് ഹാഫ് മാച്ച് ട്രാൻസ്പ്ലാന്റ് വരെ ഫുൾ മാച്ചിൻ്റെ ഏകദേശം അതേ സക്സസ് റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി വന്നു. കുറച്ച് റുട്ടീനായി. അതായത് ഫുൾ മാച്ച് കിട്ടണമെങ്കിൽ 25% സാധ്യതയുള്ളൂ ഒരു ഫുൾ മാച്ച് ഡോണറെ കിട്ടാനായിട്ട്. അൺറിലേറ്റഡ് ഡോണർ അഥവാ റിലേഷൻ അല്ലാത്ത ഡോണർ എന്നുള്ളൊരു കൺസെപ്റ്റ് വെസ്റ്റേൺ വേൾഡിൽ വളരെ കോമൺ ആണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ബോൺ മാരോ കൊടുക്കുക എന്ന് കേട്ടാൽ ഒരു പേടിയാണ്. അതിൽ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ബോൺ മാരോ ഡൊണേഷൻ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരു സർജറി അല്ല. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റിലൊക്കെ ഒരു സർജറി ഉണ്ട്. ഇതിൽ സർജിക്കലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. പേഷ്യൻറ്റിൻ്റെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സർജറിയും അണ്ടർഗോ ചെയ്യേണ്ടി വരുന്നില്ല. ഇത് കുറേ പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ, എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്, അപ്പോൾ ഞാനിങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എന്നാ നിൻ്റെ സർജറി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സർജറി ഇല്ല. അപ്പോൾ അത് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒരു ബ്ലഡ് ഡൊണേഷൻ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അത് സർജറി അല്ല. ഒരു ബ്ലഡ് ഡൊണേഷൻ പോലത്തെ വളരെ സിമ്പിളായൊരു പ്രൊസീജിയറിലൂടെ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അൺറിലേറ്റഡ് ഡോണർ വരുമ്പോൾ നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഡോണേഴ്സിനെ കിട്ടും, US-ൽ നിന്ന് ഡോണേഴ്സിനെ കിട്ടും, ഇന്ത്യയിൽ നിന്ന് ഡോണേഴ്സിനെ കിട്ടും. ഇന്ത്യയിലെ ആൾക്കാർക്ക് പേടിയാണ്, ബ്ലഡ് ബോൺ മാരോ ഡൊണേറ്റ് ചെയ്യാൻ പേടിയാണ്. എനിക്ക് പല ഇൻസ്റ്റൻസസ് ഉണ്ട്, ഇവിടെ വെച്ചല്ല, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിച്ചു, നമ്മളെല്ലാം റെഡിയാക്കി. ലാസ്റ്റ് നിമിഷം ഒരു കല്യാണം ഉണ്ട്, അത് കാരണം ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറിയ അവസ്ഥകൾ വരെ ഉണ്ട്. പേടിപ്പിച്ചിട്ടാ അല്ല, എനിക്കിപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ കോൾ തന്നെ കിട്ടാറുണ്ട്. ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു, ഇപ്പോൾ എനിക്ക് മാച്ച് ഉണ്ടെന്ന് പറയണേ, എന്താ ചെയ്യേണ്ടത്, കൊടുക്കണോ? പറഞ്ഞു കൊടുക്കണം. അല്ല, കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമാണ് കൊടുക്കേണ്ടത്? ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, ഈ പറഞ്ഞ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ അത് ഒന്നുമില്ല, ഇതൊരു ബ്ലഡ് ഡൊണേഷൻ പോലെ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ഡോണേഴ്സിന് കിട്ടാൻ പാടുള്ളത് കൊണ്ട് തന്നെ ഹാഫ് മാച്ച് ട്രാൻസ്പ്ലാന്റ് ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിസൾട്ട്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ മാച്ച് ട്രാൻസ്പ്ലാന്റ് കമ്പയറബിളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ഒരു 25% ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു 50-60% ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ആൻഡ് ആ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഈ ലുക്കീമിയയുടെ ഒക്കെ ക്യൂർ അല്ലെങ്കിൽ ലുക്കീമിയ മാറാനുള്ള സാധ്യത ഒരു 20%-ൽ നിന്ന് എഗെയിൻ ഒരു 60-70% കൂടുന്നു. അപ്പോൾ അങ്ങനെ ബ്ലഡ് ക്യാൻസർ മേഖലയിലും വളരെയധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ബ്ലഡ് ക്യാൻസറും പേടിയോടുകൂടി നോക്കിക്കാണേണ്ടതല്ല, പൊരുതാൻ നമുക്ക് അവസരമുണ്ട്. ആൾക്കാരുടെ സ്ട്രോങ് ആയിട്ട് പൊരുതാൻ നമുക്ക് ആയുധങ്ങളും ഉണ്ട്. കറക്റ്റ്. മരുന്നുകളുടെ കാര്യത്തിൽ വന്ന മാറ്റങ്ങൾ ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരു കീമോ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. കാരണം അതിന് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതായത് നോർമൽ കോശങ്ങളെല്ലാം നശിപ്പിക്കും, മനുഷ്യനല്ലാണ്ടാക്കും എന്നൊക്കെ പറയുന്ന ചിന്ത. പക്ഷേ ഓർക്ക് കീമോതെറാപ്പി മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ് പല ക്യാൻസേഴ്സും ഇന്ന് നമുക്ക് ക്യൂർ ചെയ്തെടുക്കാം. ഇന്നും അതിനൊരു സ്ഥാനമുണ്ട്, പക്ഷേ അതിൽ കുറേ മാറ്റങ്ങൾ വന്നു. കീമോ ഡ്രഗ്സിൻ്റെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് ഈ ഡിവൈഡിങ് സെൽസിനെ, മനസ്സിലായല്ലോ, കോശവിഭജനം നടക്കുന്നതിനെ തടയുക എന്നുള്ളതാണ്. പക്ഷെ അത് കാലക്രമേണ മാറി ടാർഗറ്റഡ് ഡ്രഗ്സിലോട്ട് വന്നു. അതായത് ക്യാൻസർ കോശങ്ങളിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകതരം മോളിക്യൂളിനെ ടാർഗറ്റ് ചെയ്ത് മരുന്നുകൾ കൊടുക്കുന്നത്, അതൊക്കെ വലിയ മാറ്റങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഈ CML എന്ന് പറയുന്ന റോയുടെ വിഭാഗത്തിൽപ്പെടുന്ന CML രോഗികൾക്ക് ആക്ച്വലി ഇമാറ്റിനിബ് എന്ന് പറയുന്ന ഡ്രഗൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ അതുപോലെ ലിംഫോമ, ഇവിടെയൊക്കെ ഇത് ഒരുപാട് മാറ്റം വന്നു. പക്ഷെ അതും കൊണ്ട് മാത്രം ശാസ്ത്രം അതോടൊപ്പം തന്നെ വളരുകയാണ്. അപ്പോൾ ശാസ്ത്രം വളരുന്നപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ വന്നു. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കൊണ്ട് ട്യൂമറിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ മറ്റ് സമാന്തര ശാഖകളിലൊക്കെ ഇത് പറയാറുണ്ട്, ഞങ്ങൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതല്ല, ഇത് ട്യൂമറിനെതിരെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡയറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇഞ്ചക്ഷനാണ്. അതും ഇന്ന് നാട്ടിൽ വളരെ ലഭ്യമാണ്. റീസെൻ്റ്ലി നമുക്ക് ജനറിക് വേർഷൻസ് വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ പല ക്യാൻസേഴ്സിനും, പ്രത്യേകിച്ച് എടുത്തു പറയാൻ ലിവർ ക്യാൻസറിലും ലങ് ക്യാൻസറിലും ലിംഫോമയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾക്കും. അപ്പോൾ ഇതൊരു ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ മരുന്നുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്നതൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ
ഇതിനോടൊപ്പം ചേർത്ത് വെച്ചാൽ അത് പിക്ചർ കംപ്ലീറ്റ് ആവും. പലപ്പോഴും ഇതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത് കോസ്റ്റാണ്. ഇപ്പോൾ മരുന്നുകൾ ഒരുപാട് വരുമ്പം അതനുസരിച്ച് ചിലവ് കൂടുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. കുടുംബം വിറ്റ് ചികിത്സിക്കേണ്ട ആ ഒരു കറക്റ്റ്. അതിൽ ഒരു ഡിഫിക്കൽട്ട് ഞങ്ങൾ ഡെയിലി ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അത് ഒരു രോഗിക്ക് അനുയോജ്യമായ ഒരു മരുന്നുണ്ടെന്ന് പറയുകയും എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം അത് എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സിറ്റുവേഷൻ കാണാറുണ്ട്. അവിടെ ഒരു ഓണസ്റ്റ് കോൺവെർസേഷനാണ് നമുക്ക് വേണ്ടത്. ഡോക്ടറും രോഗിയും രോഗിയുടെ കൂടെ ഉള്ളവരും തമ്മിലുള്ള എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, എന്താണ് ആ മരുന്നിൻ്റെ കോസ്റ്റ്, ആ കോസ്റ്റ് അനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടോ. ചിലപ്പോൾ ഒരു നിസ്സാരമായ ഒരു ബെനിഫിറ്റേ കാണത്തുള്ളൂ, അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിക്കേണ്ടി വരുന്നത് അതിൽ കാര്യമില്ല. എന്നാൽ അങ്ങനെ ഒരു കൺസേൺ എല്ലാവർക്കും ഉണ്ട്. ഇവർ ഈ പറയുന്നത് ശരിയാണോ, പൈസ ഉണ്ടോ ഇതിനൊക്കെ. അപ്പോൾ ഞങ്ങൾ എൻകറേജ് ചെയ്യും. പലരും ഗൂഗിൾ ഡോക്ടേഴ്സ് ആണല്ലോ ഇക്കാലത്ത്. അത് ഒരു സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ് ഗൂഗിളിൽ ഞങ്ങൾ പക്ഷേ എൻകറേജ് ചെയ്യും ചിലപ്പോൾ. കാരണം അവർക്ക് ധൈര്യം വരണമെങ്കിൽ അവർ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഞങ്ങൾ പറയുമ്പം ഇതിനകത്ത് വേറെ രീതിയിൽ ചിന്താഗതി നിങ്ങളിപ്പോൾ സ്നേഹ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ഓർക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മരുന്ന് പക്ഷെ പലതും സാധാരണക്കാരന് അപ്രാപ്യമാണെന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു നിലവിലുള്ള ഒരു ആഗോള വ്യവസ്ഥയിൽ വരുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് രണ്ട് രീതിയിലുള്ള ചികിത്സ നമ്മൾ കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഞങ്ങളെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ അതിനകത്തൊരു ഓണസ്റ്റ് കോൺവെർസേഷനാണ് ആവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം വളരെ ബെനിഫിറ്റുള്ള ഒരു മരുന്ന് നമ്മൾ കൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിനുള്ള ഏത് രീതിയിലുള്ള സഹായം ചെയ്യാനും എല്ലാവരും മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ഈ ബ്രസ്റ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഇപ്പോഴും നിങ്ങൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസേഴ്സ് ആയിട്ടുമായിരുന്നു. ഇപ്പം എന്താ പറയുക, ജലദോഷം പനി വരുന്നവരെയാണ് പലർക്കും. അത് ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു 50 above ആ ഒരു ഏജിലുള്ളവർക്കായിരുന്നു. ഇപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസർ ആണെന്ന് എനിക്ക് കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കണക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു 70% ആൾക്കാരും 60 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർ തന്നെയാണ്. ചെറുപ്പക്കാരിൽ നമ്മൾ മുമ്പ് കാണാത്ത രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ പ്രായമായ ഒരു അസുഖം തന്നെ. 60 years above ആണ് ഏറ്റവും കൂടുതൽ റിസ്ക്. ചെറുപ്പക്കാർക്ക് കാണുമ്പം ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാരമ്പര്യ രോഗമുള്ളവർക്കൊക്കെ ചെറുപ്പത്തിൽ കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇക്കാലത്ത് അത് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാറുണ്ട്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ മുൻകൂട്ടി ചില മുൻകരുതലെടുക്കുകയും സ്ക്രീനിങ് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ നേരത്തെ കണ്ടുപിടിക്കാനും ഒക്കെ സാധിക്കും. എന്നാൽ പോലും പ്രായമായ അസുഖമാണ്. ഈ ടോപ്പ് 2 ക്യാൻസേഴ്സ് തന്നെയാണ് സ്നേഹ പറഞ്ഞത്. ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുരുഷന്മാർക്കും. നമ്മുടെ ആശുപത്രിയിൽ നിന്ന് മാത്രമല്ല, ഏത് ആശുപത്രിയിൽ പോയാലും അത് തന്നെയാണ് കാഴ്ച. 7 അല്ലെങ്കിൽ 6 ഒരു രോഗി ഏത് സെൻറ്ററിൽ ചെന്നാലും ബ്രസ്റ്റ് ക്യാൻസർ രോഗിയാണ്. അത്രയും കോമൺ ആണ്. കേരളത്തിൻ്റെ ഡാറ്റ ആക്ച്വലി ഒരു എക്സാക്റ്റ് ഒരു വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്പ്, അമേരിക്ക, അപ്പോൾ അവിടുത്തെ പോലെ തന്നെ എക്സാക്റ്റ് ഒരു ഡാറ്റയാണ്. അവിടെയും ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലും ആക്ച്വലി സെർവൈക്കൽ ക്യാൻസർ ആയിരുന്നു അധികം. പക്ഷേ ഇപ്പോൾ ആക്ച്വലി അത് ബ്രസ്റ്റ് ക്യാൻസർ അധികമായിക്കൊണ്ടിരിക്കുന്നു. സെർവൈക്കൽ ക്യാൻസർ ആക്ച്വലി നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ് ബാക്കി സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ അതിൻ്റേതായ ഇംപ്രൂവൈസേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം കൂടി വരികയാണെന്നുള്ളതാണ്. ആ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലാണോ ഇതിനൊരു റീസൺ എന്ന് പറയുന്നത്? ഒരു ഹോട്ട് ടോപ്പിക്കാണ്. എന്ത് പറഞ്ഞാലും കുഴപ്പമാകുന്ന ഒരു ടോപ്പിക്കുമാണ്. പക്ഷേ അറിയില്ല, എക്സാക്ട്ലി പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ചില അവസരങ്ങളിൽ ഞങ്ങൾക്ക് വളരെ ക്ലിയറാണ്. പുകവലിച്ചു, ലങ് ക്യാൻസർ വന്നു, അതാണ് കാരണം. ചില അവസരങ്ങളിൽ ഇക്കാലത്ത് വേറൊരു കാര്യം പാരമ്പര്യ രോഗമാണ്. ഒരു 10% ആൾക്കാർക്ക്. അപ്പം ഞങ്ങൾ പറയാം ഐഡൻറ്റിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ചിലപ്പോൾ ഒരു 50% പേരിൽ വേണം. 50% പേരുടെ കാര്യത്തിലും ഇരുട്ടി തന്നെയാണ്, നമുക്കറിയില്ല. പക്ഷേ സാധാരണ അവയർനെസ് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഇതൊരു വളരെ എല്ലാവരുടെയും കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പം ഒരു ഓൺകോളജിസ്റ്റ് എന്ന രീതിയിൽ അതിന് ആൻസർ പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അതിലൊരു വ്യക്തതയോടെ പറയാൻ പലപ്പോഴും പറയാറില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തന്നെ ഇരുന്നുള്ള റീൽസൊക്കെ കാണുമ്പോൾ എന്ത് കോൺഫിഡൻസ് ആയിട്ടാണ് പറയുന്നത്. ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ല അല്ലേ ലോകത്ത്. പക്ഷേ ചുറ്റും നോക്കാനാണ് ഞങ്ങൾ പറയുക. ചുറ്റും നോക്കിയാലും നമുക്കറിയാം നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലാകെ മാറിപ്പോൾ എല്ലാവരും മടിയന്മാരാണ്. അധികം ഇതൊന്നുമില്ല. എന്നാൽ പോലും ഞങ്ങൾ തന്നെ ഇടയ്ക്ക് കാണാറുണ്ട് വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പാലിക്കുന്ന
വെജിറ്റേറിയൻ ആയിട്ടുള്ള Kids കുറച്ചും കൂടെ അതിന് ഈ ടൈമിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതെ Healthy. ഉണ്ട്. പക്ഷെ അവരുടെ റീൽസെ കുറിച്ച് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ പുതിയ പിള്ളേരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആഹാര രീതിയൊന്നും നമുക്ക്, ഞങ്ങളുടെ എല്ലാം വീടുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ആഹാര രീതി എന്താണെന്നുള്ളത് നമ്മൾ തന്നെ പല രീതിയിൽ വഴക്ക് പറഞ്ഞ് അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. കാരണം അവരെ അങ്ങനെയാണ് എല്ലാവരും, അവരുടെ ഫ്രണ്ട്സ് കഴിക്കുന്നതല്ല അവർക്കും കഴിക്കാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അതൊക്കെയുണ്ട്. പക്ഷേ ചുറ്റും, നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് രാത്രിയിൽ ഒരു 10 മണിക്ക് ഇറങ്ങി എറണാകുളത്തോടെ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളത്തെ എല്ലാ റെസ്റ്റോറൻറ്റിലും നിറച്ച ആളാണ്. രാത്രി 10 മണിക്ക് ആഹാരം കഴിച്ച് 11 മണി ആയാലും ചിലപ്പം എല്ലാ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ കാറ് കാണാം. അപ്പോൾ അവരൊക്കെ അത്രയും ആഹാരം കഴിച്ച് ആ രീതിയിൽ കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു ശരിയായ ജീവിതശൈലിയല്ല, ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ ആരോഗ്യം ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ ഇതിനൊരു പരിഹാരമില്ല. എന്നാലും ചില കാര്യങ്ങളിൽ വ്യക്തതയോടെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് രോഗം വരില്ലെന്ന് പറയാനും പറ്റില്ല. കാരണം മുമ്പ് പറഞ്ഞ പോലെ നല്ല ജീവിതശൈലി പിന്തുടരുന്ന, വെജിറ്റേറിയൻ ആയിട്ടുള്ള, ജിമ്മിൽ പോകുന്ന, നല്ല മസിലൊക്കെയുള്ള ആൾക്കാർക്കും ഈ അസുഖം വരുന്നുണ്ട്. മാരത്തൺ ഓടുന്നവർക്ക് വരുന്നു. ക്ലിയറായിട്ട് പറയാൻ പറ്റത്തില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്താലും വരുമെന്ന് പറയുന്ന അലസരായിട്ട് നിൽക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസറിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ഒത്തൊരുമിച്ച് തന്നെയാണ്. നിങ്ങളെപ്പോലുള്ള പോരാളികൾ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച ഒരു കോൺഫിഡൻസ് ആണ്. രോഗം വരാതിരിക്കാം, വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു രോഗം ആർക്ക് വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ ഒരുപാട് പേരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒരിക്കലും അസുഖം വരില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു, ഒരു ടെസ്റ്റ് പറഞ്ഞു, ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് അസുഖം വരില്ല. ആ ആറ്റിറ്റ്യൂഡല്ല വേണ്ടത്. എനിക്കും അസുഖം വരാം. അപ്പോൾ അത് ഒരു അഡ്വാൻസ് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ആക്ച്വലി ഒരുപാട് പേര് വ്യത്യാസം, ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി കീമോ കൊടുക്കുന്ന എല്ലാ പേഷ്യൻസിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ് മുടി പോകുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ മെത്തേഡ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കീമോ പുതിയ മരുന്ന്, നമ്മൾ മുമ്പ് പറഞ്ഞ ടാർഗറ്റഡ് മരുന്നുകൾക്ക്, ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾക്കൊന്നും ഹെയർ ലോസ് ഇല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മുടി എന്ന് പറയുന്നത് ഒരാളുടെ ഐഡൻറ്റിറ്റി ആകുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കോമണസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. അവർക്ക് വരുന്ന ക്യാൻസറിൽ മിക്കപ്പോഴും ഹെയർ ലോസ് എന്ന് പറയുന്നത് ഇന്നവിറ്റബിളാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്നാൽ സ്കാൽപ്പ് കൂളിംഗ് മെഷീനൊക്കെ ഇക്കാലത്തുണ്ട്. അതായത് ആ കീമോ എടുക്കുന്ന സമയത്ത് ഒരു ക്യാപ്പ്, തണുപ്പിച്ച് ക്യാപ്പ് വഴി തല തണുപ്പിച്ച് മുടിവേരുകളിൽ തണുപ്പ് ചെന്ന് മുടി കൊഴിയുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ചില മരുന്നുകൾക്ക് അത് യൂസ്ഫുള്ളാണ്. ഓർക്ക് എല്ലാ കീമോതെറാപ്പി മരുന്നുകൾക്കും ഹെയർ ലോസ് ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ വൻകുടൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഓപ്പറേഷന് ശേഷം കൊടുക്കുന്ന കീമോതെറാപ്പിക്ക് ഹെയർ ലോസ് ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോഴാണ്. അതിൽ ചില ടൈപ്പിൽ ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി സ്കാൽപ്പ് കൂളിംഗ് വഴി ഒരു 1/3 പേർക്ക് ഹെയർ ലോസ് ഭാഗികമായെങ്കിലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ 100% സക്സസ്ഫുൾ എന്ന് പറയാൻ കഴിയില്ല. അതും മുമ്പോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ വരുന്നൊരു മേഖലയാണ്. കീമോതെറാപ്പി മരുന്നുകളൊക്കെ പിന്നോട്ട് പോയി പുതിയ തരം മരുന്നുകൾ വന്ന് ഈ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ വന്നേക്കാം എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഡിഫിക്കൽട്ടി ഡെയിലി സ്ത്രീകൾ പറയുന്നത് കേട്ട് ഞങ്ങൾക്കും വിഷമം. എല്ലാ ദിവസവും എല്ലാവരും ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, മുടി പോകാതിരിക്കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കീമോ എടുക്കുന്ന പോലും അല്ല അവർക്ക്. അതെ, സഞ്ജു സാറ് പറഞ്ഞ പോലെ ഈ CML എന്നുള്ള അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അത് ഈ ഇമാറ്റിനിബ് എന്നുള്ളൊരു മരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ അതൊരു വന്നു കഴിഞ്ഞാൽ ഒരു 60-70% ആൾക്കാർ മരിച്ചു പോകും. അല്ലെങ്കിൽ അതിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കീമോതെറാപ്പി വേണം, ട്രാൻസ്പ്ലാന്റ് വേണം. പക്ഷേ ഈ ഒരു മരുന്ന് കണ്ടുപിടിച്ചോടുകൂടി ഒരു ഗുളിക എല്ലാ ദിവസവും കഴിക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അത് ചിലപ്പോൾ 5 വർഷം, ചിലപ്പോൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. മുടി ഒഴിയില്ല, ഛർദിയില്ല, വായിലെ തൊലി പോവില്ല, ഒന്നുമില്ല. ആ ഒറ്റ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു അസുഖം നോർമൽ വ്യക്തിയെ പോലെ ജീവിക്കുക, അവർക്ക് ലൈഫിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവാം, കുഴപ്പമില്ല. പക്ഷേ പേര് ക്യാൻസർ എന്നാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പേര് ക്യാൻസർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ രോഗിയോട് പറയും ഇതാണ് അസുഖം, ഇതാണ്. ഓഫ് കോഴ്സ് അപ്ലൈക്ക് അവർ അടുത്ത ഗൂഗിൾ നോക്കി സാറേ ഇത് ക്യാൻസർ ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അല്ല അത് ആണ്, പക്ഷേ ഈ മരുന്ന് ഒറ്റ ഗുളിക കഴിച്ചാൽ മതി, ഒറ്റ ഗുളിക കഴിച്ചാൽ മതി. എന്നിട്ട് അവസാനത്തെ ചോദ്യമാണ് മുടി പോവോ? പല അസുഖങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മീൻസ് ഡയബറ്റീസ്, ഒരു ബ്ലഡ് പ്രഷർ, അതുപോലെ ഒരു ലോങ് ടേം ആയിട്ടുള്ള അസുഖങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്.
അതാണ് നമുക്കത് നിയന്ത്രിച്ച് നിർത്താം. ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതല്ല, നിയന്ത്രിച്ച് നിർത്താം. അത് നിയന്ത്രിച്ചുകൊണ്ട് നോർമലായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലഡ് ക്യാൻസറിലെ ചില CLL എന്നൊക്കെ പറഞ്ഞ ക്യാൻസറുകൾ കൗണ്ട് കൂടുതലായിട്ട് കണ്ടു. അവർ കൗണ്ട് കൂടുന്നതിൻ്റെ കാരണം നോക്കി ഉടനെ ആദ്യം കാണിക്കും ബ്ലഡ് ക്യാൻസർ. ഈ CLL എന്നൊക്കെ പറഞ്ഞ ക്യാൻസറിൽ കൗണ്ട് കൂടുതലാണ്. ചിലപ്പോൾ നോർമൽ 10,000 നിൽക്കേണ്ട കൗണ്ട് ചിലപ്പോൾ ഒരു 60,000 70,000 ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരിക്കും. പക്ഷേ ആ ക്യാൻസറിന് രോഗിക്ക് പ്രശ്നമില്ലെങ്കിൽ അല്ലെങ്കിൽ സിംറ്റം ഇല്ലെങ്കിൽ ചികിത്സ വേണ്ട. അത്രയും മൈൽഡായിട്ടുള്ളൊരു ക്യാൻസറാണ്. ചിലപ്പോൾ ലുക്കീമിയ എന്ന് പേരും കാണുന്നുണ്ട്, ഈ ഡോക്ടർ ചികിത്സ വേണ്ടാന്നും പറയുന്നുണ്ട്. ഗൗരവമില്ലാത്ത ക്യാൻസേഴ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അതുപോലെ ഇപ്പോൾ ഈ ലിംഫോമയിലും ഒക്കെ സംസാർ പറഞ്ഞ പോലെ പുതിയ മരുന്നുകൾക്ക് മുടി കൊഴിച്ചിൽ, ഛർദി, തൊലിപോക്ക് അങ്ങനത്തെ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത മരുന്നുകളുണ്ട്. പക്ഷേ ഒരുപാട് മരുന്നുകൾ നമ്മൾ ആ മരുന്നുകൾ ഒറ്റയ്ക്ക് എന്നുള്ളതിനേക്കാളും കീമോതെറാപ്പിയുടെ കൂടെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കമ്പൈൻ ചെയ്യുമ്പോൾ കീമോതെറാപ്പിയുടെ ഡോസ് കുറയ്ക്കാൻ സാധിക്കും, സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. കമ്പൈൻ ചെയ്യുമ്പോൾ എഫക്റ്റീവ്നെസ് കൂടുകയും ചെയ്യും. അപ്പോൾ സൈഡ് എഫക്റ്റുകൾ ഒരുപാട് കുറവാണ്. പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോൾ ഈ വായിൽ തൊലിപോക്കൊക്കെ ഒരുപാട് കുറവാണ് പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇല്ലാന്നല്ല, നല്ല കുറവാണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇതൊരു ടീം വർക്കായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം അങ്ങനെയില്ല, ഇത് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, ആ പേഷ്യൻ്റെ അസുഖം എന്താണ്, സ്റ്റേജ് എന്താണ്, ഇപ്പോൾ ഈ സമയത്ത് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് എന്താണ് പറയുന്നത്, അപ്പോൾ അത് വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരു മീറ്റിങ്ങിൽ കൂടി ഡിസൈഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ആക്ച്വലി ഓരോ പേഷ്യൻറ്റും ഇൻഡിവിജ്വലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ്. പലരുടെ അഭിപ്രായം ഒരുമിച്ച് വരുമ്പോൾ ഒരുപക്ഷെ രോഗിക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു അഭിപ്രായമായിരിക്കും നമ്മൾ കൊടുക്കുക. ഒരാൾ ചിന്തിക്കുന്ന പോലെ അല്ല 5 പേര് ഒരു രോഗിക്ക് വേണ്ടി ചിന്തിക്കുന്നു. ഞങ്ങളുടെ ടീമിൽ എനിക്ക് തോന്നുന്നത് 10-15 പേരാണ് ഒരുമിച്ചിരുന്ന് ട്യൂമർ ബോർഡ് ഡിസ്കഷനിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. പല രോഗികളുടെയും ചർച്ച ചിലപ്പോൾ 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ നീണ്ടുപോകും. ചിലപ്പോൾ തീരുമാനം എടുക്കാൻ ഞങ്ങൾ തന്നെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ടായിരിക്കും ഏറ്റവും യുക്തമെന്ന് തോന്നുന്ന ഒരു തീരുമാനം, എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അത് ഒരാൾ തന്നെ എടുക്കുമ്പോൾ ഞങ്ങൾ തന്നെ ആലോചിക്കും. ഇപ്പോൾ ധൈര്യമില്ല സത്യം പറഞ്ഞു. ഒരു ടീമിൻ്റെ ഒരു അഭിപ്രായം തേടാനായിരിക്കും പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. കാരണം അത് ഞങ്ങൾക്ക് തരുന്ന ഒരു ധൈര്യം വേറൊന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടീം വർക്കിൽ വേണ്ട. കാരണം ഇത് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ പല രീതിയിൽ ചികിത്സിക്കാം, പല വഴികളുണ്ട്. പക്ഷെ അതിലേതാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയെന്നോ ഡോക്ടർ സുബിക്ക് തോന്നുന്ന വഴിയെന്നോ ഡോക്ടർ റോയ്ക്ക് തോന്നുന്ന വഴിയെന്നുള്ളതിനേക്കാളിലും ഏതാണ് ഏറ്റവും മെച്ചപ്പെട്ട വഴി ഒരു രോഗിക്ക് അയാളുടെ രോഗം മാറുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ഏറ്റവും ഉചിതമായത് എന്താണെന്നുള്ളത് ഒരുപാട് പേര് ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു വളരെ വാലിഡായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓരോ രോഗിക്കും ഓരോ രീതിയിൽ പോകണം. കാരണം ഒരു രോഗി താങ്ങുന്ന അത്രയും ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ രണ്ടാമത്തെ രോഗി താങ്ങില്ല. ഓരോ രോഗിയും ഓരോ രോഗിയും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ ആ രോഗിക്ക് ഏറ്റവും നല്ലത് ഏത് എന്നുള്ളൊരു ഡിസ്കഷൻ വരും. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ട്യൂമർ ബോർഡ് മീറ്റിംഗ് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ എന്താണ് ഗൈഡ് ലൈൻസ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കാലത്ത് ഗൈഡ് ലൈൻസ് പണ്ടത്തെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഗൈഡ് ലൈൻസ് ഒന്നും ക്ലിയർ അല്ല പല രീതിയിൽ. ഇന്ന് ചികിത്സ കുറച്ചും കൂടെ എളുപ്പമായി. കാരണം കൃത്യമായ ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് ചികിത്സിക്കുന്നത് അത്ര ഡിഫിക്കൽട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതും എനിക്ക് തോന്നുന്നു ചികിത്സകൻ ടീമിൻ്റെയും അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെയും ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ശരിയായ ചികിത്സയാണോ എനിക്ക് കിട്ടുന്നതെന്നുള്ളത്. കാരണം ഒരുപാട് പേരുടെ ആക്ച്വലി മീൻസ് മക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്. ഇപ്പോൾ അമേരിക്ക, യൂറോപ്പ്. അപ്പോൾ ഇവർ ഈ എല്ലാ റിപ്പോർട്ട്സും അവിടുത്തെ ഓൺകോളജി മീൻസ് ആ ഡോക്ടേഴ്സിനെ എന്താ കാണിക്കും. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഒട്ടുമിക്ക സമയത്തും ഞങ്ങളുടെ ഒരു ഭയത്തിന് നമ്മളെല്ലാം ഇൻ്റർനാഷണൽ ആ ഒരു എന്താണോ ആ ഒരു സ്റ്റാൻഡേർഡ് അതനുസരിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ മിക്ക സമയത്തും ഞങ്ങളെടുക്കുന്ന ഒരു തീരുമാനം അവർ പറയുന്ന ഒരു തീരുമാനം ഏകദേശം ഒന്ന് തന്നെ. കാരണം നമ്മൾ മിക്കവാറും ഒരു അമേരിക്കൻ ഗൈഡ് ലൈൻസാണ് നമ്മൾ ഇൻ്റർനാഷണലി നോക്കുന്നതും ഇവിടെയും ഞങ്ങൾ നോക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആവശ്യം. കാരണം ഒരു നല്ല ചികിത്സ, ഒരു ശരിയായ ചികിത്സ കൊടുക്കും. എന്തായാലും ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പം നിങ്ങൾ ഈ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു രോഗിയെ എങ്ങനെ അതിൽ നിന്നും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ രോഗത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണ്. അതുതന്നെയാണ് മുന്നിൽ വരുന്ന രോഗികൾക്കും വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്യാൻസർ ഡേയും കൂടെ കഴിഞ്ഞു പോവുകയാണ്. അപ്പം നമുക്കും ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയാണ് വേണ്ടത്.
സോ ഇനിയും നിങ്ങൾക്ക് രോഗികളധികം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ വരുന്ന രോഗികളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് അവരെ അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.